വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനം. ഇന്നത്തേക്ക് വായിക്കുവാനായി നിശ്ചയിച്ചിരിക്കുന്നത് 22 മുതൽ 24 വരെയുള്ള സങ്കീർത്തനങ്ങൾ. ഇന്നത്തെ ധ്യാന വേദഭാഗം 23-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. മനോഹരമായ കാവ്യവർണ്ണന കാണുവാനാകുന്ന ഒരു സങ്കീർത്തനമാണ് 23. ഇസ്രായേൽ ജനത്തിന് സുപരിചിതമായ ഇടയൻ എന്ന പദത്തെ ദൈവ മനുഷ്യ ബന്ധത്തിന്റെ ആഴം മനസ്സിലാപ്പിക്കുന്നതിനായി സങ്കീർത്തനക്കാരൻ ഉപയോഗിച്ചിരിക്കുന്നു. വിശ്വാസ സമൂഹത്തിന് ധൈര്യവും പ്രത്യാശയും നൽകുന്ന ഈ വാക്യങ്ങൾ മനഃപ്പാടമാക്കിയിട്ടുള്ളവരാണ് എല്ലാ ക്രൈസ്തവരും. ഒരു ആട്ടിടയനായി ജീവിതം ആരംഭിച്ച് പിന്നീട് ഇസ്രായേലിന്റെ രാജാവായി മാറിയ ദാവീദ് താൻ ഒരു ആടിനെ എപ്രകാരം പരിപാലിച്ചുവോ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായി ദൈവം എന്നെ പരിപാലിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ സങ്കീർത്തനത്തിലൂടെ പങ്കുവെക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ നിന്ന് 2 ചിന്തകൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട്, ശത്രുക്കളുടെ മുൻപിൽ വിജയം നൽകുന്ന ഇടയൻ. മനുഷ്യരാശിയുടെ ദൈനംദിന ജീവിതത്തിന്റെ സാധാരണ അനുഭവങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇടയൻ എന്ന സങ്കല്പത്തിലൂടെ സങ്കീർത്തനക്കാരൻ വരച്ചു കാട്ടുന്നത്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇടയൻ ഭംഗിയായി ചെയ്യുന്നുണ്ട്. ആ ഒരു ആടിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇടയൻ വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ശത്രുക്കളുടെ മുൻപിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ശത്രുക്കൾ തകർക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ തകർക്കുവാനായിട്ട് നോക്കുമ്പോൾ അവരുടെ മുൻപിൽ മേശയൊരുക്കുന്ന ഒരു ദൈവം. നമ്മയും തകർക്കുവാനായി ശത്രുക്കൾ നോക്കുമ്പോൾ ദൈവം നമുക്കായി അനുഗ്രഹങ്ങളുടെ വലിയൊരു മേശയൊരുക്കുന്നു എന്ന വലിയ സത്യമാണ് ഇവിടെ നമുക്കായി നൽകുന്നത്. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ശത്രുക്കളായി നിന്ന് നമ്മെ എതിർക്കുന്നവരുടെ മുമ്പിൽ നമ്മുടെ അനുഗ്രഹത്തിന്റെ പാത്രം നിറഞ്ഞു കവിയുകയാണ് ഇടയൻ നൽകുന്ന അനുഭവം. രണ്ടാമതായിട്ട്, സമൂഹത്തിന് മുൻപിൽ പ്രത്യാശ നൽകുന്ന ഇടയൻ. ശത്രുക്കൾ തന്നെ പിന്തുടരേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ നന്മയും കരുണയും എന്നെ പിന്തുടരുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഞാൻ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവ കർത്താവിന്റെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ദൈവം തനിക്കുള്ളതിൻ്റെ അല്ലെങ്കിൽ തൻ്റെ വകയെ അതിശയകരമായി വഴി നടത്തുന്നു എന്ന ചിന്തയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പങ്കുവെക്കുന്നത്. തുടർന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പ്രകാരമാണ്, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിനൊക്കെയും ഒരു അതിർ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ലോകത്തിൽ എൻ്റെ ജീവിതം താൽക്കാലികമാണ് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്നുള്ളതാണ്. ആ ദീർഘകാലം വസിക്കുവാനായിട്ട് എന്നെ ശക്തീകരിക്കുന്നത് എൻ്റെ ദൈവമാണ്. നിത്യതയെക്കുറിച്ചുള്ള വലിയൊരു പ്രത്യാശയും സങ്കീർത്തനക്കാരൻ ഇവിടെ നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യാശ നൽകുന്ന ആ ഇടയന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ശത്രുക്കളുടെ മുൻപിൽ വിജയം നൽകുന്ന ഒരു ഇടയൻ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകുന്ന ഇടയൻ, നമുക്ക് പ്രത്യാശയോടെ ജീവിക്കുവാൻ ആവശ്യമായ സാഹചര്യങ്ങളെ ഒരുക്കി തരുന്ന ഇടയൻ. ആ ഇടയന് മുന്നിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ആ ഇടയനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. അതിനായി നമ്മെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഈ പ്രഭാതത്തിനായിട്ട് നന്ദി കരയറ്റുന്നു. ഈ പ്രഭാതത്തിൽ കേൾപ്പിച്ച നല്ല തിരുവചനത്തിനായി സ്തോത്രം. ഞങ്ങൾ 23-ാം സങ്കീർത്തനം കാലങ്ങളായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ലഭ്യമാകുന്ന യഥാർത്ഥമായ അർത്ഥങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അവസരങ്ങളിൽ ഒരിടയനായി അങ്ങ് കൂടിയിരിക്കുകയും ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അതുകൊണ്ട് അങ്ങിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാനായിട്ടല്ല, അങ്ങോട് ചേർന്ന് ജീവിക്കുവാൻ സഹായിക്കണം. ഇന്നത്തെ ദിവസത്തെയും അങ്ങ് വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകണം. അങ്ങോട് ചേർന്ന് ജീവിക്കുവാൻ സഹായിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹത്താൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. സകലവും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.